വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ലൈഫ് ഓൺ ക്യാമറ ബൈ അനു. 2025 നിങ്ങളിൽ ഒരുപാട് പേര് ജർമ്മനിലേക്ക് വരാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഇത്. വീഡിയോ അവസാനം അവർ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക, കാരണം ഇതിലെ ഓരോരോ പോയിന്റും ഇമ്പോർട്ടന്റ് ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന്റെ അടുത്ത് ചെറിയൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതും കൂടെ പ്രസ് ചെയ്തേക്കുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പൊ തന്നെ കാണാനും പറ്റത്തുള്ളൂ. 2025 ജർമ്മനിലെ റൂൾസിന് കുറെ ചേഞ്ചസ് വന്നിട്ടുണ്ട്, എസ്പെഷ്യലി ഫോർ ഇന്റർനാഷണൽ സ്റ്റുഡൻസ്. അതിൽ മെയിൻ ആയിട്ട് 9 ചേഞ്ചസിനെ കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത്. നമ്പർ 1, ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് വർക്കിംഗ് അവേഴ്സ് കൂട്ടിയിട്ടുണ്ട്. അതായത് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് 280 ഹാഫ് ഡേയ്സോ 140 ഫുൾ ഡേയ്സോ പെർ ഇയർ വർക്ക് ചെയ്യാം. എന്ന് വെച്ചാൽ 20 അവേഴ്സ് പെർ വീക്ക് വർക്ക് ചെയ്യാം. നമ്പർ 2, ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് ബ്ലോക്ക്ഡ് അക്കൗണ്ടിൽ കാണിക്കേണ്ട എമൗണ്ട് 2025 കൂടിയിട്ടുണ്ട്. ഈ വർഷം 11,904 യൂറോ ആണ് പെർ ഇയർ ബ്ലോക്ക്ഡ് അക്കൗണ്ടിൽ കാണിക്കേണ്ടത്. ലാസ്റ്റ് ഇയർ 11,208 യൂറോ പെർ ഇയർ ആണ് കാണിക്കേണ്ടിയിരുന്നത്. കമ്പാരിറ്റീവ്ലി ലാസ്റ്റ് ഇയർ ഈ വർഷം മോർ ദൻ 650 യൂറോയ്ക്ക് മുകളിൽ കൂട്ടിയിട്ടുണ്ട്. നമ്പർ 3, 2025 മിനിമം വേജ് 12.82 യൂറോ പെർ അവർ ആയിട്ട് കൂട്ടിയിട്ടുണ്ട്. നമ്പർ 4, മിനി ജോബ് ചെയ്യുന്നവർക്കുള്ളതാണ്. മിനി ജോബ് ചെയ്യുന്നവർക്ക് 556 യൂറോ പെർ മന്ത് ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതായത് 43.3 അവേഴ്സ് പെർ മന്ത് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. നമ്പർ 5, ട്യൂഷൻ ഫീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതായത് TM യൂണിറ്റില് നോൺ യൂറോപ്യൻ ആയിട്ട് വരുന്ന സ്റ്റുഡൻസിന് വിന്റർ സെമസ്റ്റർ തൊട്ട് ട്യൂഷൻ ഫീസ് അടയ്ക്കേണ്ടതായിട്ട് വരും. ഫോർ എക്സാമ്പിൾ, ബാച്ചിലേഴ്സിന് 2,000 to 3,000 യൂറോ പെർ സെമസ്റ്ററും മാസ്റ്റേഴ്സിന് 4,000 to 6,000 യൂറോ പെർ സെമസ്റ്ററും അടയ്ക്കേണ്ടതായിട്ട് വരും. ഇതിന്റെ കാരണം എന്തെന്ന് വെച്ചാൽ ടീച്ചിങ് അസിസ്റ്റൻസിന് കൊടുക്കാൻ ഗവൺമെന്റിന്റെ കയ്യിൽ ഫണ്ടില്ല. അതുകൊണ്ടാണ് ട്യൂഷൻ ഫീസ് ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. നമ്പർ 6, ലോ ഇൻകം ബാക്ക്ഗ്രൗണ്ട് ഉള്ള സ്റ്റുഡൻസിന് മാസ്റ്റേഴ്സ് ഓർ ബാച്ചിലേഴ്സ് എപ്പോഴാണോ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ സമയത്ത് 1 ടൈം പേയ്മെന്റ് ആയിട്ട് 1,000 യൂറോ കിട്ടും. നമ്പർ 7, സ്റ്റുഡൻസിന് കിട്ടുന്ന ഫിനാൻഷ്യൽ സപ്പോർട്ടിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. മാക്സിമം അലവൻസ് 5% ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. 25 വയസ്സിന് താഴെയാണെങ്കിൽ 855 യൂറോയും 25 to 30 വയസ്സിന് ഇടയ്ക്കാണെങ്കിൽ 992 യൂറോയും 30 വയസ്സിന് മുകളിലാണെങ്കിൽ 1,088 യൂറോയുമാണ് കിട്ടുന്നത്. നമ്പർ 8, സ്റ്റുഡൻസിന്റെ ഹൗസിംഗ് അലവൻസിനെ കുറിച്ചാണ് അടുത്ത പറയാൻ പോകുന്നത്. സ്റ്റുഡൻസിന്റെ ഹൗസിംഗ് അലവൻസ് 380 യൂറോ പെർ മന്ത് ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. നമ്പർ 9, ഡോയ്ച്ച്ലാൻഡ് ടിക്കറ്റിൽ വരുന്ന ചേഞ്ചിനെ കുറിച്ചാണ്. ഡോയ്ച്ച്ലാൻഡ് ടിക്കറ്റ് 2024 49 യൂറോ പെർ മന്ത് ആയിരുന്നു. പക്ഷേ 2025 58 യൂറോ പെർ മന്ത് ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ സ്റ്റുഡൻസിന് 50% ഡിസ്കൗണ്ട് ഉണ്ട്.